ഇന്ന് അലീനയും ബാലേന്ദ്രനും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ശരണ്യയുടെ അടുത്ത് പോയിട്ട് ശരണ്യ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പറയാണ്. ശരണ്യ പറഞ്ഞു, "അച്ഛാ, രോഹിത്തെ അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, രോഹിത്ത് ഒന്നും തന്നെ അവളെ തൊട്ടിട്ട് പോലും ഇല്ല എന്നാണ് അവൾ പറയുന്നത്." "ആണോ? പിന്നെ എന്തിനാ അവനെ ജയിലിലാക്കിയത്? ഒരു കുറ്റം ചെയ്യാത്ത എൻ്റെ മോനെ എന്തിനാ ജയിലിലാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്." പിന്നെ അപ്പോൾ പറയുന്നുണ്ട്, "അത് അവളുടെ സാഹചര്യമായിരുന്നു അച്ഛാ, അതൊരു പാവം കുട്ടിയാണ്. പിന്നെ നീ എന്തിനാ അവളെ ന്യായീകരിക്കുന്നത്? എൻ്റെ വീട്ടിൽ നിന്നിട്ട് നീ അവളെ ന്യായീകരിക്കുന്നതെന്നൊക്കെ അലീനോട് പറയുന്നുണ്ട്." "അച്ഛനെ ഇപ്പോൾ ഒന്നും എടുത്ത് ചാടരുത്, ഞാൻ പറഞ്ഞ അച്ഛൻ എടുത്ത് ചാടരുത്. ഇതിനൊക്കെ എടുത്ത് ചാടാതിരിക്കാൻ പറ്റുമോ മോളെ?" അങ്ങനെയൊക്കെ അലീനയോട് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്, ടെൻഷൻ ആവുന്നുണ്ട്. എന്തെങ്കിലും എടുത്ത് ചാടി ശരണ്യക്കും വലിയ കുഴപ്പമുണ്ടാക്കുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ അലീനയ്ക്കും ഉണ്ട്. അപ്പോൾ അലീന കഴിവതും പറയുന്നുണ്ട്, അച്ഛൻ ഒന്നും പറയരുത്, ആരോടും പറയരുത്, ഇത് നമുക്കത് തീർത്ത് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ അതൊന്നും കേൾക്കാതെ പോകുമ്പോൾ അലീന പറയുന്നുണ്ട്, "എന്നാൽ പിന്നെ എന്നോട് ശരണ്യ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ അച്ഛൻ അവിടെ തോറ്റു പോകും അച്ഛൻ" എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞിട്ടും ബാലേന്ദ്രൻ അതൊന്നും കേട്ടില്ല. ബാലേന്ദ്രൻ കേൾക്കാതെ അതിനെ വാക്ക് തള്ളി മേലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞ് ബബിത വരുന്നുണ്ട്. ബബിതയ്ക്ക്, "എന്താ ഇവിടെ പ്രശ്നം? നീ ഈ ലോകത്തൊന്നും അല്ലല്ലോ, പോയി ഫോൺ നോക്കുന്നൊക്കെ പറഞ്ഞ് അലീന ദേഷ്യപ്പെടുന്നുണ്ട് ബബിതയോട്. ബബിത അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന പുറത്തൊക്കെ പോകുമ്പോഴേക്കും മനു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ മനു ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് വരുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു എപ്പോഴുള്ള ചെറിയൊരു റൊമാൻസൊന്നുമില്ല, എന്നാലും അവിടെ ഒരു ചിരിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മനു പറയുന്നുണ്ട്, എന്താ എന്നെ വിളിച്ചത്? "എനിക്കൊന്ന് കാണണം തോന്നി" എന്നൊക്കെ. "ഓ പിന്നെ, ഇത്രയും നാൾ ഞാൻ എവിടാന്ന് പോലും അറിയണ്ട, പിന്നെയാണ് ഇപ്പം" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനുവേട്ടൻ എന്നോട് പറയാറുണ്ടോ? മനുവേട്ടൻ ഞാൻ വിളിക്കുമ്പോൾ മനുവേട്ടൻ പറയും എറണാകുളത്താണെന്ന്, പിന്നെ പറയും കോട്ടയമാണെന്ന്. "ഓ, ഞാൻ സമ്മതിച്ച്. എന്നാലും പോയത് എന്നോടും കൂടെ പറയാമായിരുന്നു" എന്നൊക്കെ പറയുന്നുണ്ട്. ശരണ്യയുടെ വീട്ടിൽ പോയ കാര്യമാണ് മനു പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയണ്ടായിരുന്നു മനുവേട്ടാ. അപ്പം ഇതൊക്കെ പറഞ്ഞ് ശരണ്യ ഇങ്ങനെ രോഹിത്തിനെ കുറിച്ചുള്ള ഒക്കെ പറഞ്ഞു. അപ്പോൾ മനു പറയുന്നുണ്ട്, "എനിക്ക് വിശ്വാസമൊന്നും വരുന്നില്ല. പിന്നെ അവനെന്തിനാ മാങ്ങ പറിക്കാനാണോ അങ്ങോട്ട് പോയത്?" എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു, "അങ്ങനെയല്ല മനുവേട്ടാ, അവിടെ തീർത്തും പറയുന്നുണ്ട് അവർ 3 പേരും കൂടി ചേർന്ന് അവനെ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് രോഹിത്തിനെ രക്ഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛൻ ഭയങ്കര കലിപ്പിലാണ്. അപ്പോൾ അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നമുക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടിയതാണ്, അതും കൂടി അച്ഛനോട് ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ മനുവിനോട് പറഞ്ഞ് ഏൽപ്പിക്കണം. അതൊക്കെ ഞാൻ ഏറ്റോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാകുമ്പോൾ പറയുന്നുണ്ട്, "ഞാനിങ്ങനെ മീഡിയക്കാരെയും പോലീസിനോടൊക്കെ ഒന്ന് പോയിട്ട് വക്കീലിൻ്റെ അടുത്തെല്ലാം ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്." "എന്തിനാ അങ്കിളെ? നിന്നോട് അലീന പറഞ്ഞില്ലേ ഒന്നും?" "എന്നോടെല്ലാം പറഞ്ഞു. പക്ഷെ അങ്കിളിപ്പം പോയിക്കഴിഞ്ഞാൽ ശരണ്യ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലയെന്ന് പറഞ്ഞാലോ? ഇപ്പം തന്നെ അലീന ശരണ്യയുടെ വീട്ടിൽ പോകുന്നത് സ്വാധീനിക്കാനാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അപ്പോൾ സ്വാധീനിച്ചിട്ട് അവൾ ആ ഒരു വലയിൽ വീഴുന്നില്ല. അപ്പോൾ അലീന ഇറക്കിയൊരു നമ്പറാണെന്നല്ലേ പറയൂ. അതുകൊണ്ട് അങ്കിൾ പോയിട്ട് കാര്യമൊന്നുമില്ല, ഇത് മാറ്റിമറിയാനും സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ബാലേന്ദ്രനോട്. എന്നാലും ബാലേന്ദ്രൻ അങ്ങോട്ട് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ മനുവിൻ്റെ സംസാരത്തിൽ ബാലേന്ദ്രനൊക്കെ അടങ്ങി. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം, അലീനയൊന്നും കാണാതെ പറയില്ലല്ലോ, അപ്പോൾ അവളെ തന്നെ നോക്കട്ടെ എല്ലാ കാര്യങ്ങളും, അതിനത് ചെയ്യും എന്നൊക്കെ മനു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ശരണ്യയുടെ വീടാണ്. ശരണ്യ ഇങ്ങനെ കുറേ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, നല്ലൊരു സോങ്ങൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോൾ, "ഇരിക്കും മോളെ, എഴുന്നേൽക്കണ്ട" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, "മോളെ, ഓമനക്കുട്ടൻ പറഞ്ഞത് ശരിയാണോ?" "എന്താ അച്ഛാ?" "അല്ല, അലീനയോട് നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോ? അവൾ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ?" "ചേച്ചി എന്നോടൊന്നും ചോദിച്ചില്ല അച്ഛാ, ഒന്നും അതിനെക്കുറിച്ചൊന്നും ചോദിച്ചു പോലുമില്ല. എന്നോട് അതൊക്കെ വിട്ടേക്കാനാണ് പറഞ്ഞത്." "പിന്നെ നീ എന്തിനാ അതൊക്കെ പറഞ്ഞത്?" "അത് പിന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അച്ഛാ, രോഹിത് എന്ന് പറഞ്ഞാൽ അവനൊന്നിനും ഇല്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അവനെ കൂടെ ശിക്ഷിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്." "അപ്പോൾ നീ ഇങ്ങനെ മാറ്റി പറയുമ്പോൾ നിൻ്റെ വാക്കിന് വിശ്വാസമില്ല എന്നല്ല എല്ലാവരും കരുതുക. അപ്പോൾ എന്താ വിചാരിക്കുക,
നീ മൊഴി മാറ്റി പറഞ്ഞാൽ എന്താ വിചാരിക്കുക? നീ വെറുതെ പറയുന്നതാണ്, അവരെ കൊടുക്കാൻ വേണ്ടി പറയുന്നതാണൊക്കെ വിചാരിക്കൂ. നീ ഇങ്ങനെ പറയല്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ഛാ അത് ഞാൻ എനിക്കങ്ങനെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു പോയതാന്നൊക്കെ പറയുന്നുണ്ട്. മോളെ ഇനി നീ അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും കരുതുക നീ എല്ലാം കൂടി ഉണ്ടാക്കി പറഞ്ഞതാണെന്നേ വിചാരിക്കുകയുള്ളൂ. നീ ഒരു മോശമായിട്ട് എല്ലാവരും പറയുള്ളൂ. നീ എപ്പോഴും മൊഴി മാറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ വാക്കിന് ഒരു വിലയും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ നിങ്ങളാണല്ലേ പ്രശ്നം, അപ്പോൾ ആണുങ്ങളാണല്ലേ പ്രശ്നം എന്നൊക്കെ ഒരു നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നുണ്ട് ശരണ്യയുടെ അച്ഛനോട്. അത് കേട്ടപ്പോൾ ശരണ്യനൊന്ന് നോക്കുന്നുണ്ട്. അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്.